മരിക്കുന്നു. ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് മുൻപിൽ ദർശനം കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. സ്വാമിയാർ താമരയിലിരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു, താമര കണ്ണാ എന്ന്. കണ്ണൻ താമരയിൽ തൃക്കൈ വെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു. രാവിലെ ആയി, തിരുനട തുറക്കാൻ സമയമായി. കണ്ണൻ നോക്കിയപ്പോൾ ദാ മേൽശാന്തി വരുന്നു. എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ. കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി, പിന്നാലെ നമ്മുടെ സ്വാമിയാരും. അപ്പോഴേക്കും മേൽശാന്തി എത്തി. ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയാണ് നമ്മുടെ കള്ളക്കണ്ണൻ കാണുന്നത് കേട്ടോ. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ, അതായത് നമ്മുടെ മണിക്കിണറിന് സമീപമുള്ള ആ ചുമരിലൂടെ ഉള്ളിൽ കയറി. ഹരേ കൃഷ്ണ, കണ്ണന്റെ ഓരോ ലീലകൾ കണ്ടില്ലേ. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു നമ്മുടെ കണ്ണൻ. ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞ് ആണ് ഉള്ളിൽ പ്രവേശിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്വാമിയാര് പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ, ആ രൂപത്തെ ആളുകളുടെ സഹായത്താൽ